പി ജയരാജൻ, താങ്കൾക്ക് തുടരാം. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് ആ വിചാരണാ സമയത്ത് തന്നെ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി അയക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഉള്ള ആ ഒരു സാഹചര്യത്തെക്കുറിച്ച്, നിലവിൽ ഇന്നലത്തെ വിധിക്ക് ശേഷം താങ്കൾ സ്വീകരിക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ച്. അതായത് എന്റെ ആശങ്ക ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനാണ് സമർപ്പിച്ചിരുന്നത്. അപ്പോ കോടതി ചെയ്തിട്ടുള്ള കാര്യം, ക്രിസ്മസ് വെക്കേഷന് ശേഷം ഈ അപ്പീലുകൾ പരിഗണിക്കാം എന്ന് പറഞ്ഞ കോടതി ക്രിസ്മസ് വെക്കേഷന് ശേഷമുള്ള ബെഞ്ചുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള റോസ്റ്റർ ഹൈക്കോടതി പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് പിറ്റേ ദിവസം തന്നെ അപ്പീലുകൾ പരിഗണിക്കും എന്ന അറിയിപ്പ് കൊടുത്തത്. അപ്പൊ ആ ഘട്ടത്തിൽ തന്നെ ഗവൺമെന്റ് പ്ലീഡർ കോടതിയിൽ ഹാജരായി പറയുന്നുണ്ട്, ഇത് ക്രിസ്മസ് വെക്കേഷന് ശേഷം പരിഗണിക്കാം എന്ന് തലേ ദിവസം ഇന്നലെ പറഞ്ഞതാണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അത് പരിഗണിക്കാതെ നമുക്ക് ഹൈക്കോടതി എടുത്ത നിലപാട് കോടതി സ്വാഭാവികമായിട്ടും ക്രിസ്മസ് വെക്കേഷന് ശേഷം എടുക്കാം. പക്ഷെ അന്ന് ഒരു വാദവും ഉന്നയിക്കാതെ ഭാഗികമായി കേട്ടു എന്ന എഴുതി വെച്ചു. അത് ബോധപൂർവമാണ്. അത് ഹൈക്കോടതിയിലെ എല്ലാ രേഖകളും വീഡിയോ ഉള്ളതാണ്. അപ്പോൾ വീഡിയോ ഫൂട്ടേജ് പരിശോധിച്ചാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പാർട്ട്ലി ഹേർഡ് എന്ന് എഴുതി വെച്ച ദിവസം കോടതിയിൽ ഭാഗികമായിട്ടുള്ള ഒരു വാദവും നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ കാര്യമാണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൊണ്ട് ക്രിസ്മസ് അവധിക്ക് ശേഷമുള്ള ഏത് ബെഞ്ചാണോ പരിഗണിക്കുന്നത് ആ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കേണ്ടത്. എങ്കിൽ മാത്രമേ എനിക്ക് നീതി ഉറപ്പാകുകയുള്ളൂ എന്ന കാര്യമാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഡിസംബർ 26 തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പക്ഷെ അത് പരിഗണിക്കുകയുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അസ്വാഭാവികമായിട്ടുള്ള നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്തുള്ളത് കൊണ്ടാണ് ഇന്നലെ വിധി വന്നതിനെ തുടർന്നുള്ള നിയമ നടപടികൾ കൈക്കൊള്ളും എന്ന് ഞാൻ വ്യക്തമാക്കിയത്. താങ്കൾ പറഞ്ഞതിൽ വളരെ ഗൗരവതരവും ഗുരുതരവുമായൊരു പ്രശ്നമുണ്ട്. കാരണം ഭാഗികമായി അപ്പീൽ കേട്ടുവെന്ന് കോടതി എഴുതി വെക്കുന്നതും പക്ഷെ അങ്ങനെയൊന്നും എഴുതി വച്ചിട്ടില്ല എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോൾ പറയുകയും ചെയ്തത്. അതിലൊക്കെ തന്നെ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട് താങ്കൾക്കടക്കം, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ബെഞ്ച് ഇന്നലെ ഈ വിധി പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് സോമരാജൻ ഉൾപ്പെട്ട ബെഞ്ചാണ്. പക്ഷേ മറ്റൊരു ബെഞ്ചാണ് പരിഗണിക്കാനിരുന്നതെന്നാണ് താങ്കൾ പറഞ്ഞത്, അങ്ങനെയല്ലേ? അതെ, തീർച്ചയായിട്ടും. ക്രിസ്മസ് വെക്കേഷന് ശേഷം ഈ ക്രിമിനൽ അപ്പീലുകൾ വരുന്നത് വേറൊരു ബെഞ്ചാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് 20-ാം തീയതി വൈകുന്നേരം തന്നെ പിറ്റേ ദിവസം കേസ് പരിഗണിക്കും എന്ന അറിയിപ്പ് കൊടുത്തത്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. 20-ാം തീയതി കേസെടുത്തപ്പോ ആഫ്റ്റർ ക്രിസ്മസ് വെക്കേഷന് ശേഷം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കോടതി വൈകുന്നേരം തന്നെ പിറ്റേ ദിവസം കേസ് പരിഗണിക്കും എന്ന് പറഞ്ഞത് കോടതി റോസ്റ്റർ അനുസരിച്ച് ക്രിസ്മസ് വെക്കേഷന് ശേഷം മറ്റൊരു ബെഞ്ചാണ് പരിഗണിക്കേണ്ടി വരിക. അപ്പോൾ താൻ തന്നെ ഇത് പരിഗണിക്കണം എന്നുള്ള ഒരു തോന്നല് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പിറ്റേ ദിവസം കേസെടുത്തത്. എന്ന് മാത്രമല്ല 21-ാം തീയതി യാതൊരു വാദവും നടക്കാതെ ഭാഗികമായി കേട്ടു എന്ന് എഴുതി വെച്ചത് താൻ തന്നെ ഈ കേസ് ക്രിസ്മസ് വെക്കേഷന് ശേഷവും പരിഗണിക്കണം എന്ന് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിലപാട് സംശയിക്കത്തക്ക നിലക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിന്റെ മുമ്പിൽ നീതി നിർവഹണത്തിന് വേണ്ടി ആഫ്റ്റർ വെക്കേഷൻ ഏതാണോ ബെഞ്ച് പരിഗണിക്കുന്നത് ആ ബെഞ്ചാണ് പരിഗണിക്കേണ്ടത് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പരാതി കൊടുത്തത്. അത് വ്യക്തമാണല്ലോ. ശരി, വളരെ നന്ദി ശ്രീ പി ജയരാജൻ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു.